വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇവളാണ് പരിശുദ്ധ കന്യാമറിയം. തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയെ 5 പ്രാവശ്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അവളുടെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. ഇത്ര മാത്രമേ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് കാണാനുള്ള. ഈ അമ്മ സംസാരിച്ചു. ഒന്ന്, നമ്മൾ കാണുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വീണ്ടും പരിശുദ്ധ അമ്മ സംസാരിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. വീണ്ടും ഈ അമ്മയെ കാണുകയാണ്. ഇതാ ദേവാലയത്തിൽ വെച്ച് ബാലനായി യേശുവിനെ കാണാതാവുന്നു. ആ സമയത്ത് 3-ാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ ഈ അമ്മ പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും നിന്നെക്കുറിച്ച് ഉത്കണ്ഠാകുലനായിരിക്കുകയല്ലേ. വീണ്ടും കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ 2 പ്രാവശ്യം സംസാരിക്കുന്നുണ്ട്. 1, അവർക്ക് വീഞ്ഞില്ല. 2, അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ. അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ അവിടെ നിന്ന് മറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ ശോസ്ത്രഗീതം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. അവർ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയുടെ സവിധയെ കടന്നു എന്ന് ഗബ്രിയേൽ ദൂതൻ അഭിവാദനം ചെയ്തു. എന്തായിരുന്നു അവളുടെ അഭിവാദനം? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ബൈബിളിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്, ദൈവദൂതന്മാര് അബ്രാഹത്തിന്റെ മുമ്പിൽ വരുന്നുണ്ട്, പ്രവാചകന്മാരുടെ മുമ്പിൽ വരുന്നുണ്ട്, ഇതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരുടെ മുമ്പിലൊക്കെ വരുന്നുണ്ട്. അവരുടെ മുമ്പിലൊന്നും അവിടുന്ന് അഭിവാദനം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ദൈവദൂതനുണ്ടല്ലോ, അഭിവാദനം ചെയ്തു. അതിന് കാരണം എന്താ? ഈ ദൈവദൂതനറിയാം, ഇവൾ മാലാഖമാരുടെ രാജ്ഞിയായി വാഴേണ്ടവളാണ്, അതിവിശുദ്ധിയായവളാണ്. അതുകൊണ്ടാണ് ഇവളുടെ മുമ്പിൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവദൂതൻ അഭിവാദനം ചെയ്തത്. അവളോട് വന്ന് പറയുകയാണ്, ഇതാ നീ ഒരു പുത്രനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. അവൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിന് പറഞ്ഞു കൊടുക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന്. ഈ ദൈവശക്തി പഴയ നിയമത്തിലും ആവസിക്കുന്നത് കാണാൻ സാധിക്കും, പുതിയ നിയമത്തിലും ആവസിക്കുന്നത് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇതാ നിയമാവർത്തന പുസ്തകം 40-ാം അധ്യായം 34-ാം തിരുവചനം, സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരുന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം മേഘം അതിനെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു എന്ന് കണ്ടോ പ്രിയപ്പെട്ടവരെ? സമാഗമ കൂടാരത്തിൽ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിന്നു. ആ സമാഗമ കൂടാരത്തിലേക്ക് മോശയ്ക്ക് പ്രവേശിക്കാൻ പോലും കഴിയില്ല. അതിന് കാരണം പറയുകയാണ്, ഈ സമാഗമ കൂടാരത്തിൽ ദൈവത്തിന്റെ ആവരണം, ദൈവത്തിന്റെ ശക്തി അവിടെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സമാഗമ കൂടാരത്തിൽ ദൈവത്തിന്റെ ശക്തി വന്നു നിറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയിലും വന്നു നിറഞ്ഞു. ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിറയും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന്. പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്, ഈ ജെറുസലേം ദേവാലയത്തിൽ നിറഞ്ഞിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. എന്താണ് ഈ വാഗ്ദാന പേടകം? ഈ വാഗ്ദാന പേടകം മോശ 40 നാൾ ഉപവസിച്ചപ്പോൾ, രാവും പകലും ദൈവത്തെ മുഖാമുഖം ദർശിച്ച് ഈ മോശ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരം എങ്ങനെയായിരിക്കണം? അതിന്റെ വലിപ്പം എത്രയായിരിക്കണം? അതിന്റെ ഉയരം എത്രയായിരിക്കണം? അതിന്റെ നീളം എത്രയായിരിക്കണം? ഇതിനെക്കുറിച്ച് ദൈവം വ്യക്തമായിട്ട് അവന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ സമാഗമ കൂടാരത്തിൽ അതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? സമാഗമ കൂടാരത്തിൽ വാഗ്ദാന പേടകത്തിൽ നിറഞ്ഞിരുന്നതാണ് 1, കൽഫലകം. എന്താണ് ഈ കൽഫലകം?
ദൈവം 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകി. അത് വാഗ്ദാന പേടകത്തിൽ വെച്ചിരിക്കുകയാണ്. 2 മന്ന, ഈ മന്നയും വാഗ്ദാന പേടകത്തിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ, അവർക്ക് വിശന്നപ്പോൾ ദൈവം ആകാശത്ത് നിന്ന് വർഷിച്ചതാണ് ഈ മന്ന. ഇതുപോലെ തന്നെ അഹ്റോന്റെ വടി. എന്താണ് അഹ്റോന്റെ വടി എന്ന് പറയുന്നത്? അത് പൗരോഹിത്യത്തെ അവർ പ്രതിദാനം ചെയ്യുന്നതാണ്. ഇത് മൂന്നുമാണ് ഈ വാഗ്ദാന പേടകത്തിൽ നിറഞ്ഞെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കും പറഞ്ഞു തരികയാണ്. ഈ വാഗ്ദാന പേടകത്തിൽ ഇതാ കൽഫലകങ്ങൾ, അത് ദൈവവചനമാണ്. 2 മന്ന, അത് പരിശുദ്ധ കുർബാനയാണ്. 3 അഹ്റോന്റെ തളിർത്ത വടി, അത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. ഈ വാഗ്ദാന പേടകം എവിടെയാണ് വെക്കേണ്ടത്? അതിനെക്കുറിച്ചും പറഞ്ഞു തരികയാണ്. അതിന് ഒരു പുറത്തെ ഭാഗമുണ്ട്, അതുപോലെ തന്നെ അകത്തെ ഭാഗമുണ്ട്. ഈ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്താണ് ഈ വാഗ്ദാന പേടകം അവിടെ വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനം അവർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച സ്ഥലമാണ് ഈ വാഗ്ദാന പേടകം. ഇസ്രായേൽക്കാർ 40 വർഷക്കാലം ഈ മരുഭൂമിയുടെ യാത്രയായപ്പോൾ ഇസ്രായേൽ ജനത്തിൽ ഏറ്റവും മുമ്പിൽ എന്തായിരുന്നു അവർ താങ്ങി പിടിച്ചിരുന്നത്? ഈ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽക്കാരുടെ യാത്ര. അവരെ സംബന്ധിച്ചിടത്തോളം ലേവ്യർ പുരോഹിതർ ഏറ്റവും മുമ്പിൽ ഈ വാഗ്ദാന പേടകം ചുമന്നു. ഈ വാഗ്ദാന പേടകം ചുമതുകൊണ്ട് അവർ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഗ്ദാന പേടകത്തിൽ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യമാണ് അവര് അനുഭവിച്ചത്. ഈ ദൈവത്തിന്റെ ശക്തി അവര് ആ വാഗ്ദാന പേടകത്തിൽ അനുഭവിക്കുകയായിരുന്നു. നമ്മൾ സക്രാരിയിൽ ഈശോയുടെ സാന്നിധ്യം, ഈശോയെ നാം കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ വാഗ്ദാന പേടകത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവർ കണ്ടുമുട്ടിയത്. പുറപ്പാടിന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ദൈവം മോശയോട് വാഗ്ദാന പേടകം നിർമ്മിക്കാൻ അവിടുന്ന് ആവശ്യപ്പെട്ടപ്പോൾ മോശയോട് പറയുന്നുണ്ട്, ഈ വാഗ്ദാന പേടകത്തിന്റെ മുകളിൽ 2 കെരൂബുകളെ ഉണ്ടാക്കി വെക്കണം. ഈ കെരൂബുകൾ അത് മാലാഖമാരെ പ്രതിദാനം ചെയ്യുന്നു. ഈ കെരൂബുകളെയും വെച്ചുകൊണ്ടാണ് ഈ വാഗ്ദാന പേടകം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഇവർ വാഗ്ദാന പേടകം മുന്നോട്ട് പോയി കാനാനിൽ എത്തിച്ചെന്ന് കഴിയപ്പോൾ അവർ ഷീലോഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് പ്രതിഷ്ഠിക്കുകയാണ്. ഈ ഷീലോഹയിലാണ് ഏലി പ്രവാചകൻ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഹന്ന വന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത്. ആ സ്ഥലത്ത്, ഷീലോഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വാഗ്ദാന പേടകം അവർ കൊണ്ടുപോയി വെച്ചിരിക്കുക. പിന്നീട് കാണാൻ സാധിക്കും ഏലിയുടെ മക്കളുണ്ട്. 1 സാമുവേലിന്റെ പുസ്തകത്തെ ഏലിയുടെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ദുർമാർഗികളും കർത്താവിനെ അനുസരിക്കാത്തവരുമായിരുന്നുവെന്ന്. ഈ ഏലിയുടെ മക്കളുണ്ടല്ലോ, ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് പോകുകയാണ് ഫിലിസ്തരുമായുള്ള യുദ്ധത്തിൽ. ഈ ഫിലിസ്തരുമായുള്ള യുദ്ധത്തിൽ ഈ വാഗ്ദാന പേടകം ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് ഏലിയുടെ മക്കൾ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഏലിയുടെ മക്കൾ ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് ഫിലിസ്തരുമായി യുദ്ധത്തിൽ ചെന്ന് പെട്ടപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഏലിയുടെ മക്കൾ അവിടെ കൊല്ലപ്പെട്ടു പോകുകയാണ്. ഇത് കേട്ടിട്ടാണ് ഏലി പുരോഹിതനുണ്ടല്ലോ തല പുറകോട്ട് വീണ് തലയടിച്ച് ഏലി പുരോഹിതൻ അവിടെ മരിച്ചു വീഴുന്ന കണ്ടോ. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ അതിൻ്റെ ദുരഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഏലിയുടെ മക്കൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് പോകാൻ. ദൈവം ആഗ്രഹിക്കാത്ത കാര്യം ഏലിയുടെ മക്കൾ ചെയ്തത്. എന്നാ പ്രിയപ്പെട്ടവരെ, വീണ്ടും കാണാൻ സാധിക്കും ഈ ഫിലിസ്തര് ഈ വാഗ്ദാന പേടകം കൊണ്ടുപോയി അവര് അവിടെ സ്ഥലത്ത് അബ്ഷോർ എന്ന് പറയുന്ന സ്ഥലത്ത് വാഗ്ദാന പേടകം കൊണ്ടുപോയി വെച്ചിരിക്കുക. ഏലിയുടെ മക്കൾ അഷ്ദോർ എന്ന് പറയുന്ന സ്ഥലത്ത് ദാഗോഷിന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി ഈ വാഗ്ദാന പേടകം പ്രതിഷ്ഠിച്ചിരിക്കുക. അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു കഴിയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് വാഗ്ദാന പേടകമാ. ഇതിൻ്റെ അകത്ത് മോശയുടെ 10 കൽപ്പനയുണ്ട്, അതുപോലെ തന്നെ മന്നയുണ്ട്, അതുപോലെ തന്നെ അഹ്റോന്റെ തളർത്ത വടിയുണ്ട്. ഈ വാഗ്ദാന പേടകം പൂജ്യമായിട്ട് അവർ അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷേ അമ്പലത്തിലെ വിഗ്രഹങ്ങൾ ഇതാ താഴേക്ക് മറഞ്ഞു വീണു.
പിറ്റേ ദിവസം ഇവരെല്ലാം വന്നപ്പോൾ കാണുകയാണ്, ഇതാ ഈ സ്ഥലത്ത് വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ താഴേക്ക് ഇതാ മറഞ്ഞു വീണ് കിടക്കുക. ഇവരെല്ലാം അതിന്റെ കേടുപോക്കി അത് ഉയർത്തി വെച്ചു. പക്ഷേ അടുത്ത ദിവസം വന്നു നോക്കിയപ്പോൾ കാണുകയാണ്, വീണ്ടും ഈ വിഗ്രഹങ്ങളെല്ലാം താഴേക്ക് മറഞ്ഞു കിടക്കുകയാണ്. അതിന്റെ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അതങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോ ഫിലിസ്തീന് തിരിച്ചറിഞ്ഞു, ദൈവമേ, ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റുന്ന സാധനമല്ല, ഈ വാഗ്ദാന പേടകം. ഇവരെന്താ ചെയ്തതെന്നറിയോ? ഈ വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് ഗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുക. അവിടെ കൊണ്ടുപോയി വെച്ചപ്പോഴും കാണാൻ സാധിക്കും, ഗത്തിൽ എന്താ സംഭവിച്ചേ? അവിടെയും എന്തൊക്കെ കാര്യങ്ങളാണോ അഷ്ദോർ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച് അത് തന്നെ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവര് അടുത്ത സ്ഥലത്തേക്ക് ഈ വാഗ്ദാന പേടകം മാറ്റാൻ തീരുമാനിച്ചു. കാരണം എവിടെ കൊണ്ടുപോയി വെച്ചാലും ദുരിതങ്ങൾ, ഇവർക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ എക്രോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോയി വെച്ചു. എക്രോണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവർക്ക് മനസ്സിലായി, അവിടെയും ദുരിതങ്ങൾ വിട്ടുപോകുന്നില്ല. ഈ വാഗ്ദാന പേടകം ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദുരിതങ്ങൾ. ഫിലിസ്തര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് കൈ കിട്ടി, ഇനി എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? അവരെന്താ തീരുമാനിച്ചെന്നറിയോ? 7 മാസത്തിന് ശേഷം അവരെ ഉപദ്രവിച്ച ജീവികളുടെ മുഴുവൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഈ വാഗ്ദാന പേടകത്തിന് ചുറ്റും വെച്ച് അവർ ഇസ്രായേൽക്കാരുടെ അതിർത്തി കൊണ്ടുപോയി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജോഷുവയുടെ വയലിൽ ബെത്ഷെമാഷ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കൊണ്ടുപോയി വെച്ചു. അവിടെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ വാഗ്ദാന പേടകം അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ഈ വാഗ്ദാന പേടകത്തിലേക്ക് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരാകാംക്ഷ, ഇതിൻ്റെ അകത്ത് എന്താ? ആ സമയത്ത് 70ഓളം പേര് ഈ വാഗ്ദാന പേടകത്തിന്റെ അകത്തേക്ക് എത്തി നോക്കി. അവർ അവിടെ മരിച്ചു വീഴുക. ഈ അതിവിശുദ്ധ സ്ഥലത്തിരുന്ന ഈ വാഗ്ദാന പേടകം ഇവർ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അവർക്ക് സംഭവിച്ച ഈ സമയത്ത് എന്താ അവര് തീരുമാനിച്ചെന്നറിയോ? കിരിയാത്ത് എലിയസ് എന്ന് പറയുന്ന സ്ഥലത്ത് 20 വർഷക്കാലം ഈ വാഗ്ദാന പേടകം അവിടെ കൊണ്ടുപോയി വെച്ചു. അവിടെ എലിയാസർ എന്ന് പറയുന്ന വ്യക്തിയെ അഭിഷേകം ചെയ്ത് അദ്ദേഹത്തെ വാഗ്ദാന പേടകത്തിന്റെ മുഴുവൻ ചുമതല ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. 20 വർഷക്കാലം അവിടെ വാഗ്ദാന പേടകം അവിടെ ഇരിക്കുകയാണ്. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പഴയ നിയമത്തെ കാണാൻ സാധിക്കും, സാവൂലിന് വലിയ ദൈവഭക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ പിൻഗാമിയായിട്ട് ദാവീദ് കടന്നു വരികയാണ്. ദാവീദിന് അറിയാം ഈ വാഗ്ദാന പേടകത്തെ കുറിച്ച്. ദാവീദ് രാജാവ് ഇങ്ങനെ തീരുമാനിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും വലിയ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാന പേടകം ഇരിക്കുന്ന ഇവിടെയാണല്ലോ. ഈ ദാവീദും കിങ്കരന്മാരും തീരുമാനിച്ചു, ഈ വാഗ്ദാന പേടകം എടുത്തോണ്ട് വന്ന് ജെറുസലേം പട്ടണത്തിൽ കൊണ്ടുപോകുന്നു വെക്കണം. ജെറുസലേം പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം പണിയണം. ഇതാണ് ദാവീദ് ആഗ്രഹിച്ചത്. അങ്ങനെ 2 സാമുവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം കാണാൻ സാധിക്കും. ദാവീദും കൂട്ടരും ഈ വാഗ്ദാന പേടകം അവിടെ നിന്ന് എടുത്തോണ്ട് പോരുന്ന വഴിക്ക് എന്താ സംഭവിച്ചേ? നാക്കോൺ എന്നയാളുടെ മെതിക്കളത്തിൽ ഈ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടി ചെരിയുകയാണ്. അവിടെ വെച്ച് അബിനേദാവിന്റെ മകൻ ഉസ്സിയ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ഈ വാഗ്ദാന പേടകത്തെ പോയി ഒന്ന് തൊട്ടോളൂ. ഈ ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടിയെ ഒന്ന് താങ്ങി നിർത്താൻ നോക്കിയുള്ളൂ. ഈ വാഗ്ദാന പേടകത്തെ തൊട്ടപ്പോൾ ഉസ്സിയ എന്ന് പറയുന്ന വ്യക്തി അവിടെ മരിച്ചു വീഴുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ദാവീദിന് എന്തെന്നില്ലാത്ത ഭയമായി. ദൈവമേ, ഈ വാഗ്ദാന പേടകം ഇനി എൻ്റെ ദേശത്തും എൻ്റെ പട്ടണത്തിലും കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ദാവീദ് എന്താ ചെയ്തേ? ദാവീദ് പേടിച്ചു. ദാവീദ് അടുത്ത വീട്ടില് അത് അവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞപ്പോൾ ആ വീടിനെ ഓർത്ത് ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിക്കുക. വാഗ്ദാന പേടകം ആ ഭവനത്തിൽ ഇരുന്നപ്പോൾ ആ ഭവനത്തെ ഓർത്ത് ദൈവം അനുഗ്രഹിക്കുക. ഇത് 3 മാസത്തോളം ആ ഭവനത്തിൽ ഇരിക്കുക. ഇത് ദാവീദ് അറിഞ്ഞു. വീണ്ടും ദാവീദും സംഘം കൂടി കടന്നു ചെല്ലുകയാണ്. ഈ വാഗ്ദാന പേടകം തൻ്റെ ദേശത്തേക്ക് കൊണ്ടുവരണം, തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ദാവീദും
തൻ്റെ സംഘം കൂടി ഈ വാഗ്ദാന പേടകം വീണ്ടും തൻ്റെ ദേശത്ത് ജെറുസലേം പട്ടണത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ദാവീദിന് വലിയൊരു ആഗ്രഹമാണ് ദൈവത്തിന് വേണ്ടി ഇവിടെ ഒരു ആലയം പണിയണം. എന്നാൽ ദൈവം ദാവീദിനോട് പറയുകയാണ്, രക്തമംഗലമായി നിന്റെ കരങ്ങൾ കൊണ്ടല്ല നീ ദേവാലയം പണിയേണ്ടത്, നിന്റെ പുത്രൻ സോളമൻ ദേവാലയം പണിയട്ടെ, അവര് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ഈ സോളമൻ ദൈവത്തിന് വേണ്ടി ഇതാ ദേവാലയം പണിതു. ഈ ജെറുസലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഈ വാഗ്ദാന പേടവും അവിടെ സ്ഥാപിച്ചു. പിന്നീട് കാണാൻ സാധിക്കും ബാബിലോൺ അടിമത്തം. നാളുകൾക്ക് ശേഷം ഈ ബാബിലോൺ അടിമത്തം വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാബിലോൺകാര് ഈ ജെറുസലേം ദേവാലയത്തെ അഗ്നിക്കിരയാക്കി. ഈ സമയത്ത് ജെറമ്യാ പ്രവാചകന് ദർശനമുണ്ടായി. ജെറമ്യാ പ്രവാചകനും സംഘവും എന്താ ചെയ്തേ എന്നറിയോ? 2 മക്കാബായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവസനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് അദ്ദേഹം നെബോ മലയിലേക്ക് പോകുക. നെബോ മലയിൽ അവിടെ ഒരു ഗുഹയ്ക്കകത്ത് ഈ വാഗ്ദാന പേടകം അടച്ചു വെച്ചിരിക്കുക. പിന്നീട് പല വ്യക്തികളും അതിനെക്കുറിച്ച് റൂട്ട് മാപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഈ ജെറമ്യാ പ്രവാചകൻ അത് സമ്മതിച്ചില്ല. എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടു. BC 584 ശേഷം എവിടെ വാഗ്ദാന പേടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ, എവിടെയാണെന്ന് അറിയില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ നാടുകൾ സന്ദർശിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാൻ സാധിക്കും യഹൂദരെ സംബന്ധിച്ചിടത്തോളം ആ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് വിലാപത്തിന്റെ മതിലുണ്ട്. ഈ വിലാപത്തിന്റെ മതിലില് ഓരോ യഹൂദരും തലമുട്ടിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ വാഗ്ദാന പേടകം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് 6 നൂറ്റാണ്ടോളം ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദാന പേടകത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല. വെളിപ്പാടിന്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഈ വാഗ്ദാന പേടകം എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കണ്ടുമുട്ടുകയാണ് യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ ദർശനം. അതിങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ ഇതാ ഒരു ആലയം തുറക്കപ്പെട്ടു, അവിടെ വാഗ്ദാന പേടകം കണ്ടു. റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ യഹൂദരെ കീഴ്പ്പെടുത്തി കഴിയപ്പോൾ ഈ ജെറുസലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭൂമിയിൽ ദൈവം പണിത ദേവാലയമില്ല. എന്നാൽ സ്വർഗത്തിൽ ഈ വാഗ്ദാന പേടകം കാണപ്പെട്ടു. ഈ വാഗ്ദാന പേടകത്തെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും. ഈ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട, സ്വർഗത്തിൽ ദർശനം കണ്ട ഇതാ പിതാക്കന്മാരും യോഹന്നാൻ ശ്ലീഹായും പ്രവാചകന്മാരും ദർശനം കണ്ട ആ വാഗ്ദാന പേടകം എന്താ? അവിടെ നമ്മൾ കണ്ടുമുട്ടുകയാണ് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്ക് കീഴിൽ ചന്ദ്രൻ, അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിൽ ദർശിച്ച ആ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ കന്യാമറിയം. ഈ പരിശുദ്ധ കന്യാമറിയത്തെ നാം വണങ്ങുന്നത് എന്തുകൊണ്ടാണ്? പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടി ഈ വാഗ്ദാന പേടകത്തിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നേ? ഒന്ന്, മോശ നൽകിയ കൽഫലകങ്ങൾ. മോശയ്ക്ക് ദൈവം നൽകിയ ഈ കൽഫലകങ്ങൾ, അതാണ് പ്രിയപ്പെട്ടവരെ. അന്ന് 10 കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബൈബിളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കൽഫലകങ്ങൾ ഉണ്ടല്ലോ, നാം കണ്ടുമുട്ടുകയാണ് ഈ പരിശുദ്ധ അമ്മയിൽ. ഈ അമ്മ ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. ഈ വചനം തന്റെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കും ആ കൽഫലകങ്ങൾ. ഒന്ന്, ഇസ്രായേൽ ജനത്തിന് ദൈവം വർഷിച്ച മന്ന. ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ മന്നയാണ് പരിശുദ്ധ കുർബാന എന്ന്. എന്താണ് ഈ പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത? ഈ പരിശുദ്ധ കുർബാന തന്റെ ഉദരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് അവിടുന്ന് അരുൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ മന്നയാണ് അവൾ തന്റെ
ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, ദിവ്യകാരുണ്യത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തിന് നാദിയായ പരിശുദ്ധമ്മയുടെ പാദത്തെങ്കിൽ ഇരിക്കണം. കാരണം അവൾ ദിവ്യകാരുണ്യത്തിന്റെ നാദിയാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം കുർബാനയായി തീർന്നവളാണ്. തന്റെ ഹൃദയത്തിലും ഉദരത്തിലും ദിവ്യകാരുണ്യം സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഏറ്റവും ആദ്യം ചരിത്രത്തിലെ ദിവ്യകാരുണ്യ പ്രതിഷ്ഠ നടത്തിയവളാണ് പരിശുദ്ധ അമ്മ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, കാൽവിടെ നിറകിയിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന ചുട്ടെടുത്തപ്പോൾ അതിന്റെ മുമ്പില് ചങ്ക് പതറാ നിന്നവളാ പരിശുദ്ധ അമ്മ. മൂന്നാമതായി ആ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നായിരുന്നു അഹ്റോന്റെ തളർത്ത വടി. അത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ കന്യാമറിയം. പഴയ നിയമത്തിൽ ആ ജനത തൊടാൻ പോലും പേടിച്ചത്, എന്നാൽ അവിടെ ജീവിതത്തിന് മുമ്പിൽ വഴികാട്ടിയായി നടന്നീങ്ങിയത് അതിവിശുദ്ധ സ്ഥലത്ത് മാത്രം പ്രതിഷ്ഠിപ്പിക്കപ്പെട്ട ആ വാഗ്ദാന പേടകം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഒരു ജപമാല കരകളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? അന്ന് ഭയപ്പെട്ട ഈ അമ്മയുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും കരങ്ങളിലേക്ക്, നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ്. വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തിൽ ആവരണം ചെയ്യപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം ആ കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് പോലും ആ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം മേഘം അവിടെ ആവരണം ചെയ്യപ്പെട്ടു. ദൈവത്തിന്റെ ശക്തി അവിടെ നിറഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമാഗമ കൂടാരത്തിൽ നിറഞ്ഞു നിന്ന ദൈവശക്തി പുതിയ നിയമത്തിൽ നാം കണ്ടുമുട്ടുകയാണ് പരിശുദ്ധ അമ്മയിൽ. ഈ സ്വർഗത്തിൽ നാം കണ്ടുമുട്ടിയ വാഗ്ദാന പേടകമാണ് ഇന്ന് നാം ഓരോരുത്തരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ അമ്മ. ഈ വലിയ ബോധ്യം, ഈ വലിയ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.